അമ്മേ, വീടിനകവും പുറമൊക്കെ നന്നായി തുടച്ചോ? മക്കൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? അതെല്ലാം ഞാൻ ചെയ്തു. ഇനി മിറ്റം മാത്രം തൂത്താ മതി. ചേട്ടൻ ഇപ്പൊ വരും. ഊണെന്തായി? മോള് പറഞ്ഞ പോലെ എല്ലാം കാലമാക്കി വെച്ചിട്ടുണ്ട്. എന്റെ 3 സ്വർണ്ണവള സോഫയിൽ വെച്ചിട്ടാ പോയത്. നിങ്ങൾ എടുത്തോ? എന്റെ പൊന്നു മക്കള്, ഞാനതൊന്നും കണ്ടില്ല, എടുത്തിട്ടില്ല. എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയാൻ മേല. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല. എന്റെ വളയോടെ പോയി. നിങ്ങൾ അറിയാതെ എങ്ങും പോകത്തില്ല. മോൾ എന്തൊക്കെയോ പറയുന്നത്? എന്റെ പന്നിക്കോട്ട് അമ്മയാണ് സത്യം. എനിക്ക് അതിനെ കുറിച്ച് ഒരറിവുമില്ല. നിങ്ങളുടെ പെമ്മക്കൊക്കെ കൊടുക്കാനല്ലേ അതെടുത്തത്? ദേ, ആരും അറിയണ്ട, അതിങ്ങ് തന്നേക്ക്. ഇല്ലെങ്കിൽ അത് സ്വഭാവം മാറും. എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയാൻ മേല. പൊന്നുമോൻ അപ്പുവാണ് സത്യം. ഞാൻ അവളെ കണ്ടിട്ട് പോലും ഇല്ല. കഴിഞ്ഞ ദിവസേ മകളുടെ പ്രസവത്തിന് വേണ്ടി അപ്പോട്ടിനോട് പണം ചോദിക്കുന്ന ഞാൻ കേട്ടതാ. അത് കിട്ടാഞ്ഞോണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ എടുത്തത്? മോളെ, ദൈവത്തിന് നിരക്കാത്ത ഒന്നും പറയരുത്. എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നിങ്ങളല്ലേ. പിന്നെ എനിക്ക് എന്തിനാ വളകൾ? കട്ടം മോഷ്ടിച്ചും ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കണ്ട. വേറെയും മക്കളുണ്ടല്ലോ, അങ്ങോട്ട് പോകാൻ നോക്ക്. മോളെ, ഞാൻ പൊക്കോളാം. എന്നെ കള്ളിയാക്കരുത്. എനിക്ക് 3 മക്കളാ. അച്ഛൻ മരിച്ചിട്ട് ഞാൻ അവരെ അന്തസ്സായിട്ടാ വളർത്തിയത്. അവരുടെ അമ്മയാണ് ഞാൻ. കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ കൈവലങ്ങായി, ചോദ്യം ചെയ്യലായി, കട്ട മുതൽ വെപ്പിക്കാതെ ഞാൻ വിടത്തില്ല. ഞാൻ പൊക്കോളാം മോളെ. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയുക. നിന്റെ സ്വർണം ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എന്റെ മക്കളുടെ മുമ്പിൽ വെച്ച് എന്നെ കള്ളിയാക്കരുത്.